ആ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ദിയാസന ഇടപെടുന്ന ഒരു വീഡിയോ ഉണ്ട്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ബിഗ് ബോസ് സീസൺ 6 സെക്കൻഡ് റണ്ണറപ്പ് ആണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കുറച്ചൊന്ന് ഇബ്രോ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഉണ്ടാക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചോദനം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആവേശം ഉണ്ടാകുന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ജിൻഡോ കപ്പടിച്ചിരിക്കുകയാണ്. ജിൻഡോ നല്ല വോട്ടുകൾ നേടിക്കൊണ്ടാണ് കപ്പടിച്ചിരിക്കുന്നത്. രണ്ടാമതായി അർജുനും മൂന്നാമതായി ജാസ്മിനുമാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് പ്രതീക്ഷ ജാസ്മിന് കപ്പ് കിട്ടും എന്നൊക്കെ പ്രതീക്ഷ ജാസ്മിൻ ഫാൻസിനും മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരു ഗെയിം ജാസ്മിൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ പോകുന്നത് ജാസ്മിൻ്റെ PR വർക്കും കാര്യങ്ങളൊക്കെ കുറിച്ചാണ്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജാഫർക്ക ഒരു ഫോൺ കോളിലൂടെ ജാസ്മിനെ അറ്റാക്കാണ്, ബ്ലോക്കാണ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോള് വലിയ രൂപത്തിൽ പുറത്ത് ജാസ്മിന് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ പുറത്ത് PR വർക്ക് ചെയ്യുന്ന ദിയാസനയെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ദിയാസനയാണ് കൃത്യമായിട്ട് ഇവരെ PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ PR വർക്കിൻ്റെ ഭാഗമായിട്ട് ജാഫർക്കയോട് ഉള്ളിലേക്ക് ഫോൺ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം എന്ന് ഉപദേശിച്ചത് കൃത്യമായിട്ട് ദിയാസന തന്നെയാണ്. അപ്പോൾ ദിയാസനയുടെ നിർദ്ദേശപ്രകാരമാണ് ജാഫർക്ക ആ ഫോൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഫോൺ ചെയ്തത് മുതൽ വളരെയധികം നെഗറ്റീവാണ് ജാസ്മിന് പുറത്തേക്ക് ഉണ്ടായിരുന്നത്. അപ്പം വോട്ട് നല്ല രൂപത്തിൽ കിട്ടേണ്ട വോട്ടുകൾ പോലും ഇല്ലാതാക്കി കളഞ്ഞു. പിന്നെ ജാസ്മിൻ്റെ PR വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിൻ്റെ PR വർക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പുറത്ത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥിയെ പരമാവധി ബൂസ്റ്റ് ചെയ്യുകയും പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ആളുകൾ വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ എന്താ ചെയ്തത്, മറ്റ് മത്സരാർത്ഥികളുടെ പോസ്റ്റിൻ്റെ അടിയിൽ പോയിട്ട് വലിയ രൂപത്തിൽ കമൻ്റ് ഇടുക, നെഗറ്റീവ് ചെയ്യുക, അതേപോലെ തന്നെ അവരെ തെറി വിളിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ പല മത്സരാർത്ഥികളും ജാസ്മിൻ്റെ ഈ ഒരു ആർമിയെ കുറിച്ചിട്ടും ഇവരുടെ PR വർക്കിനെ കുറിച്ചിട്ടും വളരെ മോശം രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് സീസൺ 6 മറ്റ് മത്സരാർത്ഥികളുടെ PR കുറിച്ചിട്ടൊന്നും ഇത്തരം ഒരു അപവാദങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ദിയാസന നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു PR വർക്ക്, അപ്പോൾ ദിയാസനയെ കുറിച്ചിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ദിയാസന കഴിഞ്ഞ ദിവസം ഏതോ ഒരു യൂട്യൂബർ ദിയാസനയെ കുറിച്ചിട്ട് എന്തോ ഒരു വീഡിയോ എടുത്തതിൻ്റെ പേരിൽ ഫോൺ വിളിച്ചിട്ട് തെറി വിളിക്കുന്നത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദിയാസന എല്ലാവരെയും മേക്കിട്ട് കയറുകയും എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ ആ വിമർശനം ഉൾക്കൊള്ളുന്നതിന് പകരം അവരെയൊക്കെ തെറി വിളിച്ചിട്ട് അവരെ വായടപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു യൂട്യൂബർക്കെതിരെയും വളരെ മോശം രീതിയിൽ സംസാരിച്ചിട്ട് അവരുടെ വായടപ്പിക്കുക എന്ന രൂപത്തിലാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ജാഫർക്ക PR വർക്കിന് ദിയാസനയെയാണ്, ജാസ്മിൻ്റെ PR വർക്കിനായിട്ട് ദിയാസനയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് തെളിവും കാര്യങ്ങളിലുണ്ട്. ആ ഫോൺ വിളിച്ചത് രണ്ടാമതിപ്പം ഗബ്രിയെ തെറി വിളിച്ച ഒരു ഇതുണ്ടായിരുന്നു. അതിൽ കോൺഫറൻസ് കോളിൽ ദിയാസനയും കൂടി ഉണ്ടായിരുന്നു. ദിയാസന എല്ലാ നിർദ്ദേശങ്ങളും പുറത്തുനിന്ന് ജാഫർക്കക്ക് നൽകുന്നത് ദിയാസനയാണ്. ദിയാസനയുടെ PR വർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ മോശം രീതിയിലാണ് ജാസ്മിന് കിട്ടിയിരിക്കുന്നത്. ജാസ്മിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ പോലും നഷ്ടപ്പെട്ടു. ഞാനിത് വെറുതെ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നതല്ല. നിങ്ങൾ ദിയാസനയുടെ വീഡിയോക്ക് അടിയിൽ പോയിട്ട് കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാം, ജനങ്ങളാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമൻറ്റിൽ ഒരു തരത്തിലൊരു പോസിറ്റീവ് ഉണ്ടാവില്ല, എല്ലാം ദിയാസനക്കെതിരെയുള്ള കമൻ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ദിയാസന ഈ സമൂഹത്തിൽ ചെയ്യുന്നത് എന്താണ്, നമ്മൾ കാണുന്നത് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ്. വെറും തെറി വിളിക്കൽ, ആളുകളുടെ മെക്കിട്ട് കടൽ, വല്ലാതെ ചൂടാവൽ, ഇൻ്റർവ്യൂവിന് പോയിട്ട് സാധാരണനോട് ചൂടാവൽ, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ പ്രകോപിതനാവൽ,
അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വളരെ നെഗറ്റീവ് ആണ് ഈ ദിയാസനക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ദിയാസനയാണ് ജാസ്മിൻ്റെ PR. അപ്പോൾ സ്വാഭാവികമായിട്ട് ദിയാസനക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് ജാസ്മിനും കുറേ ഭാഗം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജാഫർക്ക കൃത്യമായിട്ട് ദിയാസനയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. പിന്നെ മറ്റ് മത്സരാർത്ഥികളോടൊന്നും ഇതേപോലെയുള്ള ഫാമിലിയൊന്നും ഇത്തരം PR-ലൊന്നും ഇടപെട്ടില്ല. പക്ഷേ ജാഫർക്ക് നല്ല രീതിയിൽ ഈ PR വർക്കിലും മറ്റു കാര്യങ്ങളിലും ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാം നല്ല രീതിയിൽ ജാഫർക്കിൻ്റെ വോയിസൊക്കെ ഒരുപാട് പുറത്തു വന്നതാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് ജാസ്മിനെ സംബന്ധിച്ചിട്ട് വളരെയധികം നെഗറ്റീവാണ് ഉണ്ടാക്കിയത്. ആ നെഗറ്റീവ് വോട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ടായി കുറഞ്ഞത് തന്നെയാണ് ജാസ്മിനെ 3-ാം സ്ഥാനത്തേക്ക് എത്തിച്ചത്. എനിക്ക് പറയാനുള്ളത് ജാഫർക്കൊക്കെ എത്രത്തോളം ദിയാസനയുടെ സേവനം എത്രത്തോളം പിന്നെ നല്ലതായിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം അവർക്ക് മാത്രമേ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുള്ളൂ. അപ്പോൾ ജാസ്മിൻ്റെ ഒരു മാനേജർ, ഒരു അടുത്ത ഒരാളെന്ന നിലയിൽ ദിയാസന മൊത്തം നിയന്ത്രണം ദിയാസനയാണ് ഏറ്റെടുക്കുന്നത്. അവിടെ ഇപ്പം ഉപ്പയായ ജാഫർക്കുണ്ട്, അനിയനുണ്ട്. അപ്പോൾ അനിയനും ജാഫർക്കൊക്കെ മുകളിൽ പിന്നെ ദിയാസനയാണ് വല്ലാത്തൊരു നിയന്ത്രണം. കാരണം മറ്റ് മത്സരാർത്ഥികളൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവരുടെ കുടുംബക്കാരും അവരുടെ ആളുകളൊക്കെ ഒന്നും പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒന്നും ഇങ്ങനെ ഇടപെടുന്നത് കണ്ടിട്ടില്ല. അപ്പം ദിയാസന ഒരു ഇല്ലാത്ത രൂപത്തിൽ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് മാധ്യമക്കാരോട് തടഞ്ഞിട്ട് അങ്ങനെ ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു പ്രത്യേക ഒരു വെറുപ്പാന്ന് തോന്നുക. ഇത്രയെല്ലാം ഷോ കളിക്കേണ്ട കാര്യമുണ്ടോ? മറ്റ് മത്സരാർത്ഥികൾക്കൊന്നും ഇത്തരം ആളുകളും മാനേജറും മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് വലിയ എന്തോ ഒരു PR പോലെ എന്നാൽ പിന്നെ ഒരു കപ്പടിച്ചിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ, ഇവരുടെ ഈ PR കൊണ്ട് കപ്പടിച്ചിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇത് 3-ാം സ്ഥാനത്താണ് എത്തിയത്. എനിക്ക് പറയാനുള്ളത് ഈ PR കൊണ്ട് കിട്ടുന്ന വോട്ടുകൾ പോലും ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നതിനാണ്. അത് ജാഫർക്കും ജാസ്മിനും ഇനിയെങ്കിലും മനസ്സിലാക്കുക. നെഗറ്റിവിറ്റി കൂടി ഇപ്പം കമൻറ്റ് ബോക്സിലൊക്കെ പല യൂട്യൂബർമാരുടെയും വീഡിയോ ഒക്കെ അടിയിൽ പോയിട്ട് കമൻറ്റിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം തിരിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ദിയാസനൊക്കെ ഉള്ള തെറിയടക്കം ജാസ്മിൻ്റെ ഉപ്പാക്കും അതുപോലെ ജാസ്മിനും കൂടി കിട്ടുന്ന രീതിയിലാണ് അവരുടെ പോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ജാഫർക്ക എന്തോ മീഡിയക്കാരോട് ജിഞ്ചർ മീഡിയൻ്റെ പോലെ ഇങ്ങനെ ചെയ്യരുതെന്ന എന്തോ പറയുന്ന സമയത്ത് ബാക്കിൽ നിൽക്കുന്ന ദിയാസന ബാക്കിൽ നിന്ന് തൊടുകയാണ്. അപ്പോൾ അത് പറയല്ല വെച്ചാൽ എല്ലാം നിയന്ത്രണം ദിയാസനക്കാണല്ലോ. പൂർണ്ണമായി ജാസ്മിൻ്റെ മൊത്തം നിയന്ത്രണം ദിയാസനക്കാണ് ജാഫർക്ക കൊടുത്തതെന്നുള്ള തെളിവാണ് ആ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പം ജാഫർക്കൊക്കെ എവിടെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ദിയാസന തന്നെയാണ്. വേറൊന്നും പറയല്ല, ജിഞ്ചർ ചാനലിന്റെ കൂട്ടെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ വേറൊന്നും പറയല്ല കേട്ടോ, ഒന്നും എഴുതല്ലേ. ഇനി പിന്നെ നല്ല എഴുതിയാണ് അല്ല, ഇനി കരഞ്ഞില്ല. ഇത് പറ Thank you very much.